സ്റ്റുഡൻസ്, അപ്പം നാളെയാണ് നമ്മുടെ BCOC 137 എക്സാം വരുന്നത്. സോ ഒരു ലാസ്റ്റ് ടൈം റിവിഷൻ എന്ന പോലെ ഒരു വീഡിയോ ആണിത്. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടായിരുന്നു, BCOC 137 ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ്. ആ വീഡിയോയിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഇതിലെടുത്തേക്കുന്നത്. ഓക്കെ, ബാക്കിയുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ സ്വയം തന്നെ ആൻസർ കണ്ടുപിടിച്ച് പഠിക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് BCOMിലെയും അതുപോലെ വേറെ BBAയിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ FM എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ഉണ്ട്, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. അതുപോലെ സെക്കൻഡ് ഇയറിൽ കോർപ്പറേറ്റ് അക്കൗണ്ടിങ് ഉണ്ട്. ഈ സബ്ജക്റ്റുകൾ നമുക്ക് കൊടുക്കുന്നുണ്ട്. ഓരോ സബ്ജക്റ്റിനും 300 രൂപക്കാണ് നമ്മൾ ഒരു ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിന് 300 റുപ്പീസ്, കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിന് 300 റുപ്പീസ്. അപ്പോൾ ആര് വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കാം. അല്ലെങ്കിൽ വേറൊരു ഇതെന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ ചാനലിൻ്റെ പേര് സെർച്ച് ചെയ്താൽ കിട്ടും. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട്, അതിൽ ജോയിൻ ചെയ്ത് അഡ്മിനായിട്ടുള്ള എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യുക, ക്ലാസ്സിലോട്ട് കിടക്കാം. ഓക്കെ, ഇതിൽ ഞാൻ മാക്സിമം ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യില്ല, നിങ്ങൾക്ക് മെയിനായിട്ട് ആൻസർ തരിക, ഒരു ചെറിയൊരു ഐഡിയ തരിക, അത്രയും പ്രതീക്ഷിച്ചാൽ മതി ഈ ഒരു ചെറിയൊരു ഇതിൽ. കാരണം എന്താ, നമുക്ക് ടൈമില്ല, നാളെയാണ് എക്സാം. ഇത് എത്രയും പെട്ടെന്ന് റെക്കോർഡ് ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ആദ്യം നമ്മൾ പഠിക്കേണ്ടത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഈസ് എ ഫിനാൻഷ്യൽ റിപ്പോർട്ട്. അതൊരു ഫിനാൻഷ്യൽ റിപ്പോർട്ടാണ്. അത് ഷോ ചെയ്യുന്നത് എന്താ, ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻറ്റ് മൂവ്സ് ഇൻ ആൻഡ് ഔട്ട് ഓഫ് ദി ബിസിനസ്. അതായത് ബിസിനസ്സിലോട്ട് വരുന്ന ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻറ്റും, അതായത് ബിസിനസ്സിലോട്ട് വരുന്ന ക്യാഷുകളും ബിസിനസ്സിൽ നിന്ന് പോകുന്ന ക്യാഷിനെയും എന്ത് ചെയ്യും, റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കാണിക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഫിനാൻഷ്യൽ റിപ്പോർട്ടാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിൽ ക്യാഷ് വരുന്ന ഇൻഫ്ലോസ് എന്തൊക്കെയാണ് ഔട്ട്ഫ്ലോസ് ആയിട്ട് പോകുന്നത്, ഇതൊക്കെ എന്ത് ചെയ്യും, കാണിക്കുന്ന ഒരു റിപ്പോർട്ടാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. അതൊരു ഓവർ എ പീരീഡ് ഓഫ് ടൈമിൽ ബിസിനസ്സിൻ്റെ എല്ലാം കാണിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി മെയിനായിട്ട് വരികയാണെങ്കിൽ ഇതിന് 3 സെക്ഷൻസ് ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഒന്ന് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി, 2 എന്ന് പറഞ്ഞാൽ എന്താ, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി. നോക്കുക, ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി, ഫിനാൻസിങ് ആക്ടിവിറ്റി, ഈ 3 ഐറ്റംസ് ആണുള്ളത്. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ക്യാഷ് ജനറേറ്റഡ് ഫ്രം ദി കോർ ബിസിനസ് ഓപ്പറേഷൻ. ബിസിനസ് ഓപ്പറേഷനിൽ നിന്ന് ക്യാഷ് ജനറേറ്റ് ചെയ്യുന്നതിനെ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒരു സെയിൽ നടത്തി, ആ സെയിൽ നടത്തിയിട്ട് അതിൽ നിന്ന് ക്യാഷ് റിസീവ്ഡ് ഫ്രം സെയിൽസിൽ നിന്ന് ക്യാഷ് റിസീവ് ചെയ്ത് നിങ്ങളുടെ ബിസിനസ് എന്താ, ഗുഡ്സ് സെയിൽ ചെയ്യുക, അതല്ലേ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ഓപ്പറേഷൻ. ഓക്കെ, അങ്ങനെ കിട്ടി. ഇനി എന്താ, നിങ്ങൾ കടത്തിനാണ് കൊടുക്കുന്നത്, ഡെപ്റ്റേഴ്സിൻ്റെ നിന്ന് ക്യാഷ് റിസീവ് ചെയ്തത് എന്താ, ബിസിനസ് ഓപ്പറേഷനിൽ നിന്ന് കിട്ടിയതല്ലേ. ഇനി നിങ്ങൾ എന്താ, ക്രെഡിറ്റേഴ്സിന് പേയ്മെൻറ്റ് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഗുഡ്സ് വിൽക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, സപ്ലയറിൻ്റെ നിന്ന് ഗുഡ്സ് വാങ്ങണം. അപ്പോൾ ആ ക്രെഡിറ്ററിന് നിങ്ങൾ കുറച്ച് കാശ് കൊടുക്കാറുണ്ടായിരുന്നു. അത് ബിസിനസ് ഓപ്പറേഷൻ്റെ ഭാഗമായിട്ടല്ലേ കാശ് കൊടുത്തത്. അപ്പോൾ ഈ കാശ് കൊടുത്താൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, ഗുഡ്സ് കിട്ടുള്ളൂ. ഗുഡ്സ് വിറ്റാലേ നമ്മുടെ ബിസിനസ് റണ്ണ് ചെയ്യുള്ളൂ, അതല്ലേ ബിസിനസ് ഓപ്പറേഷൻ. ഓക്കെ, അതിനോട് റിലേറ്റ് ചെയ്ത ഐറ്റംസ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിലാണ് കാണിക്കുന്നത്. അവിടെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യാൻ അറിയുന്നവർക്കാണെങ്കിൽ ഇതൊക്കെ ഓൾറെഡി അറിയുന്ന കാര്യമാണ്. ഇനി അടുത്തത് എന്താ, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ക്യാഷ് യൂസ്ഡ് ഫോർ ബൈയിങ് ഓർ സെല്ലിങ് അസറ്റ്സ് ലൈക്ക് എക്യുപ്മെൻറ്റ് ഓർ, അതായത് അസറ്റ്സ് അല്ല, ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. ഓക്കെ, ഇപ്പോൾ നമ്മൾ പ്ലാന്റ് ആൻഡ് മെഷീനറി പർച്ചേസ് ചെയ്യുകയാണ്, ഒരു അസറ്റാണ്. അപ്പോൾ അത് ബിസിനസ്സിലൂടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയല്ലേ, അപ്പോൾ പർച്ചേസ് ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി എന്ന് കാണിക്കും. ഇനി ഈ പർച്ചേസ് ചെയ്യാനും സെല്ല് ചെയ്യുമ്പോൾ നമ്മൾ എവിടെ തന്നെ കാണിക്കണം, ഇൻവെസ്റ്റിൽ നിന്ന് കുറഞ്ഞതായിട്ട് ഔട്ട്ഫ്ലോ എന്ന രീതിയിൽ കാണിക്കേണ്ടത്. അത് വിൽക്കുമ്പോൾ നമുക്ക് ക്യാഷ് ഇങ്ങാട് വരും, അത് ഇൻഫ്ലോ എന്ന രീതിയിൽ കാണിക്കും. പക്ഷേ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇന്ന് ക്യാഷ് പോവുകയാണ്, അപ്പോൾ ഔട്ട്ഫ്ലോ എന്ന് പറഞ്ഞ് കാണിക്കും. ഇനി ഫിനാൻസിങ് ആക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ നമുക്ക് ബിസിനസ്സിലോട്ട് ഫണ്ട് ആവശ്യം വരുമ്പോൾ നമ്മൾ ഫിനാൻസ് ചെയ്യണം, അല്ലേ. ഏതെങ്കിലും ലെൻഡേഴ്സിൻ്റെ നിന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ലെൻഡേഴ്സിൻ്റെ നിന്നൊക്കെ നമ്മൾ ഫണ്ട് ബോറോ ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഷെയർ ഇഷ്യൂ ചെയ്ത് നമുക്ക് ഫണ്ട് ഒപ്പിക്കാൻ സാധിക്കും. അപ്പോൾ ഈ 3 ഇങ്ങനെ 3 സെക്ഷൻസ് ആയിട്ടാണ് ഇതിനെ ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. ഇനി ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് യൂസസ് എന്താണ്, അസസസ് ലിക്വിഡിറ്റി, നമ്മുടെ കയ്യിൽ ഷോർട്ട് ടൈം ഒബ്ലിഗേഷൻസ് ഒക്കെ മീറ്റ് ചെയ്യാനുള്ള ഫണ്ട് ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി ഇവാലുവേറ്റ് ഫിനാൻഷ്യൽ പെർഫോമൻസ്, നമ്മൾ ആക്ച്വൽ ക്യാഷ്, നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന ക്യാഷ്
എടാ അതായത് എന്താ നമ്മുടെ കയ്യിൽ ബിസിനസ്സിൽ എന്താ ചിലപ്പോൾ പ്രോഫിറ്റ് നല്ല പ്രോഫിറ്റ് ഉണ്ടാകും, പക്ഷെ നമ്മുടെ കയ്യിൽ അതിനനുസരിച്ചുള്ള കാശ് കാണില്ല. അപ്പോൾ ഈ കാശ് എങ്ങനെ ഷോർട്ടായി എന്നൊക്കെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ മനസ്സിലാവും. അല്ല അതിങ്ങനെ മനസ്സിലാവും, കാരണം എന്താ നമുക്കിടെ വന്നതും പോയതുമൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് എഴുതല്ലേ. അപ്പോൾ അത് മനസ്സിലാക്കാൻ സാധിക്കും, അത് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ. ഇനി അടുത്തത് എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ മേക്കിംഗ്. ഇൻവെസ്റ്റേഴ്സിന് നമ്മുടെ ബിസിനസ്സിലോട്ട് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടാവും. അപ്പോൾ ഇവരെന്ത് ചെയ്യും? നമ്മുടെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തിട്ട് ഒന്ന് അനാലിസ് ചെയ്യും. ഇവിടെ ഇവരുടെ ഫിനാൻഷ്യൽ ഹെൽത്ത് ആൻഡ് ഫ്യൂച്ചറിലോട്ട് ക്യാഷ് ഫ്ലോ ജനറേറ്റ് ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി ഉണ്ടാകുന്നൊക്കെ ചെക്ക് ചെയ്യും. ഇനി ക്രെഡിറ്റ് ഡിസിഷൻ മേക്കിംഗ്. അതായത് നിങ്ങൾക്ക് ബിസിനസ്സിലോട്ട് ക്യാഷ് ആവശ്യം വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ബാങ്കിലൊക്കെ പോയി ലോൺ എടുക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ പോയി ലോൺ എടുക്കുക. അപ്പോൾ അവർ എന്ത് ചെയ്യും? ലെൻഡേഴ്സ് എന്ത് ചെയ്യും? അവർ ചെക്ക് ചെയ്യും നിങ്ങൾക്ക് ഇത് തിരിച്ചടക്കാനുള്ള ക്യാപ്പബിലിറ്റി ഉണ്ടാകുന്നതൊക്കെ എങ്ങനെ ചെക്ക് ചെയ്യും? ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്തിട്ട് ചെക്ക് ചെയ്യാം. അതുപോലെ ക്യാഷ് ഷോർട്ടേജ് എവിടെ നിന്ന് വന്നെന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാം. സർപ്ലസ് ആയിട്ട് എമൗണ്ട് എങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യാം. അതുപോലെ ഈ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാം, നമുക്ക് എത്ര രൂപയുടെ ക്യാഷ് വേണം, അതുപോലെ ബഡ്ജറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ അധികം വായിക്കാനൊന്നുമില്ല, നിങ്ങൾക്ക് ഈ നോട്ടുകൾ എൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പിൽ കിട്ടും, നിങ്ങളൊന്ന് വായിച്ചാൽ മതി. സിമ്പിളായിട്ട് പറഞ്ഞു തരികയാണ്. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ പെർഫോമിംഗ് ആൻഡ് നോൺ പെർഫോമിംഗ് അസറ്റ്. അപ്പോൾ എന്താണ് പെർഫോമിംഗ് ആൻഡ് നോൺ പെർഫോമിംഗ് അസറ്റ് എന്ന് പറയുന്നത്? സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നോക്കട്ടെ. ഓക്കെ, നമുക്കൊരു ബോർഡ് വേണം. ബോർഡല്ല, വരച്ച് കാണിച്ചു തരാൻ നോക്കാം. ഓക്കെ, ഇതെന്താ പി എ? ഇതെന്താണ് പി എ? പി എ, എൻ പി എ. പി എ ഉണ്ട്, എൻ പി എ ഉണ്ട്. പി എ എന്ന് പറഞ്ഞാൽ പെർഫോമിംഗ് അസറ്റ്, എൻ പി എ എന്ന് പറഞ്ഞാൽ നോൺ പെർഫോമിംഗ് അസറ്റ്. ഈ സിമ്പിളായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളൊരു കമ്പനിയാണ്. ഓക്കെ, നിങ്ങളൊരു കമ്പനി നടത്തുകയാണെന്ന് കരുതുക. കമ്പനിയാണ്. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഫണ്ട് ആവശ്യം വന്നപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു? ഒരു ലെൻഡർ, ഒരു കടം തരുന്ന ആളുടെ അടുത്ത് നിങ്ങൾ എന്ത് ചെയ്യുന്നു? ക്യാഷ് ബോറോ ചെയ്യുന്നു, അത് ക്യാഷ് കടം മേടിക്കുന്നു. നിങ്ങൾ ഇവർക്ക് ഇൻട്രസ്റ്റും കൊടുക്കണം, അതുപോലെ നിങ്ങൾ മേടിച്ച എമൗണ്ടും കൊടുക്കണം, അല്ലേ? കമ്പനീനെ സംബന്ധിച്ചിടത്തോളം ഇതെന്താടാ? ലയബിലിറ്റിയാണ്. കാരണം ഇത് ഭാവിയിൽ കൊടുക്കേണ്ടതാണ്. അപ്പം ലയബിലിറ്റിയാണ്. ഇത് നിങ്ങൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ പഠിച്ചേക്കണ കാര്യമാണ്, അല്ലേ? ഇനി ഇത് നേരെ ഓപ്പോസിറ്റ് ചിന്തിക്ക്. ഇത് നിങ്ങളുടെ ലെൻഡർ. നിങ്ങൾക്ക് കാശ് തന്നില്ലേ? കാശ് തന്ന വ്യക്തിയാണ്. കമ്പനിയുടെ പോയിന്റ് ഓഫ് വ്യൂ അല്ല, ലെൻഡർ. അതായത് നിങ്ങൾക്ക് കാശ് തന്ന വ്യക്തി. ഈ കാശ് തന്നതായിരിക്കാം കമ്പനിക്ക് കാശ് കൊടുത്തു, ശരിയല്ലേ? അപ്പോൾ ഈ ലെൻഡറിന് ഇയാൾക്ക് ലയബിലിറ്റിയാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു അതിൻ്റെ കോൺസെപ്റ്റ്. പക്ഷേ ഈ പുള്ളിക്ക് ഇങ്ങനെ ലോൺ തരണതിലൂടെ ആ ലോണിന് ഈ പുള്ളിക്ക് അസറ്റാണ്. കാരണം ഇത് നമുക്ക് ഈ കമ്പനി എന്ത് ചെയ്യും? ലെൻഡറിന് ക്യാഷ് തിരിച്ചു കൊടുക്കും. അപ്പോൾ ലെൻഡറിന് ഒരു അസറ്റാണ്. നമ്മൾ ഡെപ്റ്ററൊക്കെ പറഞ്ഞിട്ടില്ലേ അസറ്റ് എങ്ങനെയാണെന്ന്? സെയിം സാധനം അസറ്റായിട്ടാണ് ബാങ്കിങ് കമ്പനികൾ ലോണിനെ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പം ലോൺ ബാങ്കിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ, ബാങ്ക് അല്ലെങ്കിൽ ലെൻഡേഴ്സിൻ്റെ ഒക്കെ പോയിന്റ് ഓഫ് വ്യൂവിൽ അസറ്റാണ്. ഓക്കെ, മനസ്സിലായി അല്ലേ? സെറ്റല്ലേ? അപ്പോൾ ഇത്രയും ഉള്ളൂ, ഇത്രയുമല്ല. അപ്പോൾ ഇനി നമുക്ക് നേരെ പെർഫോമിംഗ് അസറ്റിലോട്ട് വരാം. നിങ്ങൾക്കപ്പോൾ ലോൺ എന്ന് പറഞ്ഞാൽ ഈ കേസിൽ അസറ്റാണെന്ന് മനസ്സിലായി. അപ്പോൾ ഈ അസറ്റ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? എന്താണ് ഈ അസറ്റ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? കാര്യം ലോണിനെ തന്നെയാണ്. അപ്പോൾ പെർഫോമിംഗ് അസറ്റ്, പെർഫോം ചെയ്യുന്ന അസറ്റ്. നോൺ പെർഫോമിംഗ് അസറ്റ്, പെർഫോം ചെയ്യാത്ത അസറ്റ്, അല്ലേ? അങ്ങനെ പറഞ്ഞൂടെ? അപ്പോൾ ഇത് നോക്കുക, ലെസ് ദാൻ 90 days. 90 ദിവസവും അല്ലെങ്കിൽ അതിൻ്റെ താഴേക്കുള്ളിലാണ് ക്യാഷ് റീപേ ചെയ്യുന്നതെങ്കിൽ, റീപേ അതായത് കമ്പനി ലെൻഡറിനെ എടുക്കല്ലേ. അപ്പോൾ ഈ ലെൻഡറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ലെൻഡറിന് എന്ത് കിട്ടുന്നുണ്ട്? 90 ദിവസത്തിനകം ലോണിൻ്റെ എമൗണ്ട് തിരിച്ച് കിട്ടുന്നുണ്ട്.
ഫുൾ സെറ്റിൽമെൻറ്റ് ചെയ്യുന്നുണ്ട്, അങ്ങനെയെങ്കിൽ അത് പെർഫോമൻസ് ഉള്ള ഒരു അസറ്റാണെന്ന് പറയാം. നല്ല പെർഫോമിംഗ് ആണ്, പെട്ടെന്ന് കിട്ടി അങ്ങനെ പറയാം. പക്ഷേ നേരെ മറിച്ച് 90 ദിവസത്തിൻ്റെ മേളിലായിട്ടും ആ ക്യാഷ് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ 90 ദിവസം കഴിഞ്ഞിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ആ ക്യാഷ് തിരിച്ച് കിട്ടുന്നത്. അങ്ങനെയെങ്കിൽ അതിനെ പറയുന്നത് എന്താണ്? 90 ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് റീപേ ചെയ്യുക, അങ്ങനെ അതിനെ പറയുന്നത് നമുക്ക് നോൺ പെർഫോമിംഗ് അസറ്റ് എന്ന് പറയാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ 90 ഡേയ്സിൻ്റെ കണക്ക് വെച്ചിട്ടാണ് നമ്മൾ ഇത് പറയുന്നത്. ഇനി ഇത് തന്നെ കുറേ ക്ലാസിഫിക്കേഷൻ കാര്യങ്ങളുണ്ട്, അത് നമ്മുടെ ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ള ചെറുതായിട്ട് പറഞ്ഞുതരാം, ക്വസ്റ്റ്യൻ ചെയ്യുന്നതിനിടെ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, അപ്പോൾ പെർഫോമിംഗ് ആൻഡ് നോൺ പെർഫോമിംഗ് അസറ്റ് പറഞ്ഞാൽ ഓക്കെ. അപ്പോൾ പെർഫോമിംഗ് അസറ്റ് വായിക്കാം. പെർഫോമിംഗ് അസറ്റ്സ് ആർ ദസ് അസറ്റ്സ് മെയിൻലി ലോൺ ഓർ അഡ്വാൻസസ് ആണ് എന്ത് പെർഫോമിംഗ് അസറ്റ്സ്. ബാങ്ക് ഓർ ബാങ്ക് ആവാം, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആവാം. ഇൻട്രസ്റ്റ് ആൻഡ് പ്രിൻസിപ്പൽ പേയ്മെൻറ്റ് ഓൺ ടൈം ആസ് പെർ ഷെഡ്യൂളിൽ തന്നെ നമുക്ക് കിട്ടും. അത് നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് ആ ടൈമിൽ തന്നെ കിട്ടും. ഇതിവിടെ കീ ഫീച്ചേഴ്സായിട്ട് എന്താണ്? കീ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ആൻഡ് പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാണ്, പെയ്ഡ് ഓൺ ടൈമിൽ തന്നെ പേ ചെയ്യും. അസറ്റ് ഈസ് ജനറേറ്റഡ് ഇൻകം ഫോർ ദി ബാങ്കിന് എന്താണ് അസറ്റ്, എന്താ ലോണാണ്, ബാങ്കിനെ സംബന്ധിച്ച് ഇൻകം ജനറേറ്റ് ചെയ്യും. നോ ഡിഫോൾട്ട് ഓർ ഓവർ ഡ്യൂ സ്റ്റാറ്റസ്, അതായത് കറക്റ്റ് ടൈമിൽ തന്നെ പേയ്മെൻറ്റ് ചെയ്യും. എക്സാമ്പിളൊക്കെ നിങ്ങൾ വായിച്ചാൽ മതി. ഇനി നോൺ പെർഫോമിംഗ് അസറ്റ് എന്ന് പറഞ്ഞാൽ അതെന്താ, ലോൺ ആൻഡ് അഡ്വാൻസ് ആണ്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. ബോറോവർ ഹാസ് സ്റ്റോപ്പഡ് മേക്കിംഗ് ഇൻട്രസ്റ്റ് ഓർ, അതായത് ഇൻട്രസ്റ്റും അതുപോലെ പ്രിൻസിപ്പൽ റീപേയ്മെൻറ്റും എന്താ, പേയ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്തു കൊടുക്കുന്നില്ല. ഫോർ എ പീരീഡ് ഓഫ് 90 days ഓർ മോർ ആർ, 90 days ആയിട്ടും കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ 90 days, നേരത്തെ ഞാൻ പറഞ്ഞത് 90 ദിവസം, അതിൻ്റെ 90 ദിവസമല്ല, 90 ദിവസത്തിന് താഴെ കിട്ടുന്നതിനെ പെർഫോമിംഗ് അസറ്റും 90 ദിവസം അതിൻ്റെ മേളിൽ കിട്ടുന്നതിനെ നമുക്ക് എന്ത് പറയാം, നോൺ പെർഫോമിംഗ് അസറ്റ് എന്ന് പറയാം. അപ്പോൾ ആ തിരുത്തലൊന്ന് നോക്കിക്കോ, ചെറിയ മിസ്റ്റേക്ക് പറ്റിയതാണ്. ഇൻ അതർ വേർഡ്സ്, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മോർ ദാൻ 90 days ആണെങ്കിൽ എന്താ, നോൺ പെർഫോമിംഗ് ഡേയ്സ് ആണ്. അതിൻ്റെ അടിയിലാണെങ്കിൽ എന്താണ്, പെർഫോമിംഗ് അസറ്റ് ആണ്. ഓക്കെ, എടാ നോൺ പെർഫോമിംഗ് അസറ്റിനെ നമുക്ക് എന്ത് ചെയ്യാം, മൂന്നായിട്ട് നമുക്ക് തരംതിരിക്കാം. 1 സബ്സ്റ്റാൻഡേർഡ് അസറ്റ്, 2 ഡൗട്ട്ഫുൾ അസറ്റ്, 3 ലോസ് അസറ്റ്. ഓക്കെ, ഇവിടെ ഞാൻ തരംതിരിച്ചിട്ടുണ്ട്. നോൺ പെർഫോമിംഗ് അസറ്റ് NPA, നോൺ പെർഫോമിംഗ് അസറ്റിനെ നമുക്ക് എന്ത് ചെയ്യാം, നോൺ പെർഫോമിംഗ് അസറ്റിനെ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം. 1 സബ്സ്റ്റാൻഡേർഡ് അസറ്റ്, 2 ഡൗട്ട്ഫുൾ അസറ്റ്, 3 ലോസ് അസറ്റ്. ഓക്കെ, സബ്സ്റ്റാൻഡേർഡ് അസറ്റ് എന്ന് പറയുന്നത് 12 മാസമോ അല്ലെങ്കിൽ അതിൻ്റെ താഴെയോ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യും, ആ ലെൻഡേഴ്സിന് റീപേയ്മെൻറ്റ് കിട്ടും. ലെൻഡേഴ്സിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് ചിന്തിക്കേണ്ടത്. അതായത് കടം കൊടുത്ത ആൾക്ക് എന്ത് ചെയ്യും, 12 ദിവസത്തിനകം അവർ തിരിച്ച് കാശ് കൊടുക്കുകയും കഴിഞ്ഞാൽ സബ്സ്റ്റാൻഡേർഡ് അസറ്റ് എന്ന് പറയാം. എന്നാൽ ഒരു 12 മാസം എന്ന് പറഞ്ഞാൽ എന്താ, 1 വർഷം. അപ്പോൾ 1 വർഷം കഴിഞ്ഞിട്ടും അപ് ടു 3 years, 3 വർഷം വരെയും കിട്ടിയിട്ടില്ലെങ്കിൽ കിട്ടും. ഓക്കെ, അതിനുള്ളിൽ കിട്ടുകയാണെങ്കിൽ നമുക്ക് അതിനെന്ത് പറയാം, കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നതിന് ഡൗട്ട്ഫുൾ അസറ്റ്, ഡൗട്ടാണ് കിട്ടോ എന്ന്. ഓക്കെ, ആ ഒരു സിറ്റുവേഷനാണത്. ഇനി 3 വർഷം കഴിഞ്ഞിട്ടും കിട്ടിയിട്ടില്ലെങ്കിൽ എന്താ, ലോസ് അസറ്റായിട്ട് അതിനെ കണക്കാക്കും. ആ കിട്ടാൻ ഇനി ചാൻസ് ഇല്ല രീതിയിൽ കണക്കാക്കും. ഓക്കെ, അതാണ് ഈ 3 കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട്, ഇത്തിരി ഫ്ലോ ചാർട്ട് രീതി പറഞ്ഞതെന്ന് മാത്രം. ഇനി നോൺ പെർഫോമിങ് അസറ്റിൻ്റെ കാരണങ്ങൾ, അതാവാനുള്ള കാരണം എന്താ, പ്യുവർ ബിസിനസ് പെർഫോമൻസ് പ്യുവർ ആവുക, വിൽഫുൾ ഡിഫോൾട്ട് ബൈ ബോറോവർ, ഡിലേ ഇൻ ലീഗൽ റിക്കവറി, എക്കണോമിക് സ്ലോ ഡൗൺ, നാച്ചർ ഡിസാസ്റ്റർ, ഇമ്പാക്റ്റ് ഓർ റിഡ്യൂസ് പ്രോഫിറ്റബിലിറ്റി, അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളൊന്ന് വായിച്ച് നോക്കിയാൽ മതി.